My dear students, this is your Mary teacher and welcome to my YouTube channel Mary's Thoughts and Talks. Can a society survive without ensuring that the individuals maintain a healthy lifestyle? ഓരോ വ്യക്തിക്കും ആരോഗ്യപരമായ ജീവിതശൈലി ഉറപ്പുവരുത്താതെ ഒരു സമൂഹത്തിന് നിലനിൽക്കാനാകുമോ? Won't life itself be in trouble if people surrender themselves to different kind of addiction? ആളുകൾ പലതരം ആസക്തിക്ക് അടിമപ്പെട്ടാൽ ജീവിതം തന്നെ ക്ലേശകരമാവില്ലേ? Now listen to this lesson, Dangers of Drug Abuse, an essay written by Hardin B. Jones. ഇനി നിങ്ങൾ ഹാർഡിൻ ബി ജോൺസിൻ്റെ എസ്സേയായ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്ന പാഠം ശ്രദ്ധിക്കൂ. About the author, Hardin Blair Jones was a professor of medical physics and physiology. His essay, Dangers of Drug Abuse, is a timely warning to the modern society. ഹാർഡിൻ ബി ജോൺസ് മെഡിക്കൽ ഫിസിക്സിൻ്റെയും ഫിസിയോളജിയുടെയും പ്രൊഫസറായിരുന്നു. ഇന്നത്തെ ആധുനിക സമൂഹത്തിനുള്ള തക്കതായ ഒരു താക്കീതാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനം. Drugs were discovered to prevent and cure physical diseases and reverse the disturbances that occur in some mental illness. ശാരീരികമായ രോഗങ്ങളും മാനസികമായ അസ്വസ്ഥതകളും മാറ്റുന്നതിനായിട്ടാണ് മയക്കുമരുന്നുകൾ കണ്ടുപിടിച്ചത്. People believe that any ailment, infective or psychic, can be relieved by taking a pill. എന്തുതരം അസുഖവും വെറും ഒരു ഗുളിക കൊണ്ട് മാറ്റാമെന്ന് മനുഷ്യർ വിശ്വസിക്കാൻ തുടങ്ങി. മെഡിക്കൽ ജേർണൽസ് അഡ്വർടൈസ് ട്രാങ്ക്യുലൈസേഴ്സ്, ആംഫെറ്റാമൈൻസ് ആൻഡ് അതർ മൂഡ് ഓൾട്ടറിംഗ് ഡ്രഗ്സ്. മെഡിക്കൽ ജേർണലുകൾ സന്തോഷം തോന്നിപ്പിക്കാനുള്ള ആംഫെറ്റാമൈൻസിൻ്റെയും മയക്കുന്ന ട്രാങ്ക്യുലൈസേഴ്സിൻ്റെയും പലവിധ മരുന്നുകളുടെയും പരസ്യം കൊടുക്കുന്നു. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് them and people expect miracles from them. This led to the drug abuse. ഡോക്ടേഴ്സ് മാനസികാവസ്ഥയിൽ മാറ്റം വരുത്തുന്ന ഇത്തരം മരുന്നുകൾ ഉൾപ്പെടെ കുറിച്ചു കൊടുക്കുന്നു. ആളുകൾ അതിൽ നിന്നും അത്ഭുതം പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം മരുന്നിൻ്റെ ദുരുപയോഗത്തിന് ഇടയാക്കി തീർത്തു. When people become dependent on drugs to solve their problems, they lose the capacity to deal with life situations through perseverance, self-discipline and mental effort. ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി മരുന്നുകളെ ആശ്രയിക്കുമ്പോൾ അവർ മനഃശക്തിയോടും ആത്മനിയന്ത്രണത്തോടും പ്രശ്നങ്ങളെ മറികടക്കുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്നു. Distinction should be made between medicine and the sensual drugs. The history of medical use of drugs goes back to 23rd century to Hippocrates, the Greek physician who is regarded as the father of medicine. അസുഖം ഭേദമാക്കുന്ന മരുന്നുകളും സെൻഷ്വൽ ഡ്രഗ്സും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. മരുന്നിൻ്റെ ഉപയോഗം 23-ാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഗ്രീക്ക് ഫിസിഷ്യനായ ഹിപ്പോക്രട്ടീസിലേക്ക് പോകുന്നു. അദ്ദേഹമാണ് ആധുനിക മരുന്നുകളുടെ പിതാവ്. According to him, medicine must specifically suit the disease and the patient. ഒരു മരുന്ന് അസുഖത്തെ മാത്രമല്ല രോഗിയുടെ ശരീരവും പരിഗണിക്കുന്നതാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. A healthy person cannot benefit from taking drug. He also taught that persons in good health quickly lost their strength by taking purgative medicine.
ആരോഗ്യമുള്ള മനുഷ്യന് മരുന്ന് കഴിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വയറിളക്കുവാനും മറ്റു ശുദ്ധീകരണ പ്രവൃത്തികൾക്കും ഉപയോഗിക്കുന്ന പർഗേറ്റീവ് മരുന്നുകൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ ഉപയോഗിച്ചാൽ അവൻ്റെ ശക്തി പെട്ടെന്ന് തന്നെ ക്ഷയിച്ചു പോകും. Sensual drugs are those that the body does not need, but they give the user a strong sense of pleasure by activating brain's pleasure centers. മനുഷ്യ ശരീരത്തിന് ആവശ്യമില്ലാത്തവയാണ് ഉത്തേജക മരുന്നുകൾ. തലച്ചോറിലെ സന്തോഷമുണ്ടാക്കുന്ന സെൻറ്ററുകളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം മരുന്നുകൾ സന്തോഷം നൽകുന്നത്. Brain governs sensations, moods, thoughts, and actions by unbelievably complex series of chemically regulated controls. These are easily upset by sensual drugs. നമ്മുടെ വികാരങ്ങളെയും മൂഡുകളെയും ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അവിശ്വസനീയമായ ഒരു കൂട്ടം രാസപ്രക്രിയകളുടെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഉത്തേജക മരുന്നുകൾ ഈ പ്രക്രിയകളെ തകിടം മറിക്കും. A drug user's craving for the drug continues, but he feels less and less satisfaction. ഒരു ഉത്തേജക മരുന്നിൻ്റെ അടിമയ്ക്ക് എപ്പോഴും അതിനോട് ഒരു ആർത്തി കാണും, പക്ഷേ അവന് സംതൃപ്തി വളരെ കുറവ് മാത്രമേ ഇപ്പോൾ അനുഭവപ്പെടുന്നുള്ളൂ. ഹിസ് ബ്രെയിൻസ് പ്ലെഷർ റിഫ്ലെക്സസ് ആർ വീക്കൻഡ് ബൈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ. അവൻ്റെ തലച്ചോറിലെ സന്തോഷം തരുന്ന സെൻറ്ററുകൾ കൃത്രിമമായി ഉത്തേജക മരുന്നിലൂടെ ഉത്തേജിപ്പിക്കപ്പെടുന്നവയാണ്. ക്രമേണ അവന് ഉത്തേജക മരുന്നിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും സംതൃപ്തിയും ഇല്ലാതാകുന്നു. In severe addiction, the pleasure mechanisms fail to respond to drug stimulation. The drug then gives only relative relief from misery and suspends the illness of withdrawal. അമിതാസക്തിക്ക് ഇരയാകുന്നവൻ്റെ തലച്ചോറിൽ ഉത്തേജക മരുന്നുകൾ വളരെ കുറച്ചു നേരത്തേക്ക് മാത്രം ആശ്വാസം ഉണ്ടാക്കുകയും ലഹരിയോടുള്ള ആർത്തിക്ക് അല്പം മാത്രം ശമനം നൽകുകയും ചെയ്യുന്നു. Information from the senses still reaches the brain, but the brain is unable to evaluate the information and interpret it as pleasurable. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തലച്ചോറിലെത്തിയാലും കൃത്യമായി വിവേചിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. Naturally attained pleasures enlarge the sense of satisfaction and can be repeated indefinitely. സാധാരണ രീതിയിൽ ലഭിക്കുന്ന സന്തോഷം സംതൃപ്തി വർദ്ധിപ്പിക്കുകയും വീണ്ടും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. Sensory deprivation of the drug addict shows itself general feeling of physical discomfort and in personality changes. ഇന്ദ്രിയങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ വിവേചിച്ചറിയാത്ത അവസ്ഥയിലെത്തുന്ന ലഹരിക്കടിമയായ ഒരാൾക്ക് ശാരീരിക അസ്വസ്ഥതകളും പേഴ്സണാലിറ്റിയിലുള്ള മാറ്റത്തിലും എന്ന് അവസാനിക്കുന്നു. The addict feels depressed and he fails to respond to either to his environment or to other people. അയാൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുകയും മറ്റുള്ളവരോടോ ചുറ്റുപാടുകളോടോ ശരിയായി പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. His mental disturbance can be quite similar to paranoia. അവൻ്റെ മനസ്സ് വിഭ്രാന്തിക്ക് അടിമയാകുന്നു. He does not know the source of his problem and looks for the cause in everything but himself. അവൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം അവന് മനസ്സിലാകുന്നില്ല. മറ്റെല്ലാവരിലും അവൻ്റെ പ്രശ്ന കാരണം
കണ്ടെത്താനായി ശ്രമിക്കുന്നു. Anything external is suspect and he draws further and further into himself. പുറത്തുള്ള എല്ലാം തന്നെ അവന് സംശയമുളവാക്കുന്നു. അവൻ തന്നിലേക്ക് തന്നെ ഉൾവലിയുന്നു. He may even lose his sense of being alive and he feels dead inside. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവന് തോന്നുന്നില്ല. അവൻ്റെ ഉള്ളിൽ മരിച്ച പ്രതീതിയാണ്. Addicts often press their fingers deep into their arms or legs to reassure themselves of their own reality. ഉത്തേജക മരുന്നിനടിമയായവൻ തൻ്റെ കൈകളിലും കാലുകളിലും കുത്തി നോക്കുന്നു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കാനാണ് അത്. Their craving for lost sensations lead them to use drug-induced sensation. അവരുടെ ഇന്ദ്രിയങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഉത്തേജക മരുന്നുകളിലൂടെ വികാരങ്ങളൊക്കെ ഉണ്ടാക്കുവാനായി ശ്രമിക്കുന്നു. Harmful side effects of the drugs are not immediately seen. ഉത്തേജക മരുന്നുകളുടെ നാശമുണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നില്ല. An overdose may result in delirious effects or even death. ഉത്തേജക മരുന്നിൻ്റെ അമിതോപയോഗം സ്ഥലകാലബോധം ഇല്ലാതാക്കുകയും മരണത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. There are the dangers of degeneration of health and reduced brain function. ഇവ ആരോഗ്യത്തെയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും ഹാനികരമായി ബാധിക്കുന്നു. Drugs act on brain and cause mental mechanisms respond abnormally. Risks are greater for continuous user. A lot of harm may be done before the warning symptoms occur. മനസ്സിൻ്റെ പ്രവർത്തന ശൈലികളെ തകിടം മറിക്കുന്നു. ലഹരിക്കടിമയായവന് അപായ സൂചനകൾ ലഭിക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് കുഴപ്പങ്ങൾ അവന് സംഭവിച്ചിരിക്കാം. Drug related health disorders are many and varied. ഉത്തേജക മരുന്നുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിരവധിയാണ്. Dirty needles and solutions used for injecting drugs can cause abscesses in the arms and veins, liver disease, venereal disease, and infection of kidneys and brains. വൃത്തിയില്ലാത്ത സൂചികളും സൊല്യൂഷൻസും ഉപയോഗിക്കുന്നത് മൂലം കയ്യിലും ഞരമ്പുകളിലുമൊക്കെ പഴുപ്പ് വരാം. ചിലപ്പോൾ കരൾ രോഗവും ഗുഹ്യരോഗങ്ങളും കിഡ്നി രോഗവും തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളും ഉണ്ടാക്കിയേക്കാം. Sniffing cocaine and amphetamines can damage the tissue of the nose. ആംഫിറ്റാമൈൻസും കൊക്കെയിൻസും മണപ്പിക്കുന്നത് വഴി മൂക്കിലെ കോശങ്ങൾ നശിച്ചു പോയേക്കാം. മരിജുവാന ആൻഡ് ടുബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസസ്. മരിജുവാനയും പുകയിലയും വലിക്കുന്നത് മൂലം ലങ്സിന് തകരാറ് സംഭവിക്കുന്നു. ഹെവി യൂസേഴ്സ് ഓഫ് alcohol, volatile solvents, amphetamines or marijuana damage their livers permanently. അമിതമായി മദ്യവും മറ്റു ലഹരി പാനീയങ്ങളും ആംഫിറ്റാമൈൻസും മരിജുവാനയും ഉപയോഗിക്കുന്നത് വഴി കരൾ പൂർണ്ണമായി നശിക്കുന്നു. Babies of women addicted to opiates are likely to be born addicted and to suffer from withdrawal symptoms. കറുപ്പ്, കഞ്ചാവ് മുതലായവ കഴിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് അവയോട് ആസക്തിയുണ്ടാകുകയും കിട്ടിയില്ലെങ്കിൽ വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കുകയും ചെയ്യുന്നു. കൊക്കെയിൻ ആൻഡ് ആംഫിറ്റാമൈൻസ് cause hair fall. Marijuana damage cells. കൊക്കെയിനും ആംഫിറ്റാമൈൻസും മുടി കൊഴിച്ചിലിന് കാരണമാകും. മരിജുവാന കോശങ്ങളെ നശിപ്പിക്കുന്നു. A drug user can get pneumonia, tuberculosis, malnutrition and weight loss.
ഉത്തേജക മരുന്നിനടിമപ്പെട്ടവർക്ക് ന്യൂമോണിയ, ക്ഷയം, പോഷകക്കുറവ് മുതലായവ സംഭവിക്കുന്നു. ഉത്തേജക മരുന്നിൻ്റെ അമിതമായ ഉപയോഗം ശ്വാസതടസ്സവും ഹൃദയസ്തംഭനവും മരണവും ഉണ്ടാക്കിയേക്കാം. An overdose of sensual drugs lead to respiratory or cardiac failure and death. Sensual drugs affect the chemistry of brain cells. Toxic chemicals can upset the brain's intricate system of communication. They may damage cell tissue. Toxic effects may be permanent. തലച്ചോറിൻ്റെ ഘടനയെ തന്നെ ഉത്തേജക മരുന്നുകൾ ബാധിക്കുന്നു. വിഷാംശമുള്ള കെമിക്കലുകൾ തലച്ചോറിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ തകരാറിലാക്കുന്നു. അവ തലച്ചോറിലെ സെല്ലുകളെ നശിപ്പിക്കുന്നു. വിഷത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്നേക്കുമായിരിക്കും. This article focuses on the effects of drugs on the brain. Drugs' effect on other parts of the body can be more debilitating. ഈ ലേഖനം ഉത്തേജക മരുന്നുകൾ തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഉത്തേജക മരുന്നുകൾ മറ്റു ശരീരഭാഗങ്ങളെയും തലച്ചോറിനേക്കാൾ അധികമായി പ്രതികൂലമായി ബാധിക്കുന്നു. Thus, drugs that are beneficial to humanity may become detrimental to mankind as people abuse or misuse it. The drugs supposed to heal can actually cause harm. The vicious web of drugs spoils the dreams and lives of the young. മനുഷ്യരാശിക്ക് ഗുണകരമാകേണ്ട മരുന്നുകൾ മനുഷ്യരുടെ ദുരുപയോഗം മൂലം പ്രതികൂലമായി ബാധിച്ചേക്കാം. രോഗശമനത്തിനു പകരം ദോഷമാണ് ഇവ വരുത്തിവെക്കുന്നത്. ലഹരി മരുന്നുകളുടെ ചതിക്കുഴിയിൽ വീണ് ഒരുപാട് ചെറുപ്പക്കാരുടെ നിറമുള്ള സ്വപ്നങ്ങളും ജീവിതങ്ങളും നശിച്ചു പോകുന്നു.